നീ വായിലിടാറില്ലേ? പിന്നെ ഉണ്ടല്ലോ. നീ വായിലിടാറില്ലേ? ഇതൊന്നും നമ്മളെ കൊണ്ട് താങ്ങൂലേ. അയ്യേ, ഞാൻ ഡെയിലി വായിലിടും. അതൊരു തെറ്റാണോ ബേബിച്ചായോ? അയ്യേ, ഞാൻ ഡെയിലി വായിലിടും. ഇങ്ങനെ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും. ഒരു വട്ടമല്ല, 2 വട്ടം. ഞാനൊരു പ്രാരാബ്ധക്കാരിയല്ലേ സർ? കണ്ടാൽ അങ്ങനെ തോന്നുകയല്ലോ. ഡെയിലി വായിലിടും. ഒരു വട്ടമല്ല, 2 വട്ടം. രാവിലെയും രാത്രിയും. പുരോഗമനപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിലൊന്നും വലിയ കഥയില്ല. ഇറാൻ 5 എണ്ണം വിട്ടു, ഇസ്രായേൽ 10 എണ്ണം വിട്ടു എന്നതിലല്ല കാര്യം. നീ എത്ര എണ്ണം വിട്ടു എന്നതിലാണ് കാര്യം. ഏതാണ്ട് ഒരു 7-8 എണ്ണം വരെ ഞാൻ എണ്ണം. അത് കഴിഞ്ഞ് എന്റെ എണ്ണം തെറ്റും. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നീ എത്ര എണ്ണം വിട്ടു എന്നതിലാണ് കാര്യം. അപ്പൊ ആന്റി നന്നായിട്ട് വിടുവല്ലേ? ഞാൻ വല്ല ഒക്കേഷനിലോ ഹോളിഡേയ്സിലൊക്കെ. പിന്നെ എന്തൊക്കെ വന്നാലും നിന്റെ പറങ്ങാണ്ടിയിൽ നിന്നും നീ കൈയെടുക്കരുത്. അയാൾക്ക് പണ്ടിയുടെ വില കൂടിയാലെന്തര് കുറഞ്ഞാലെന്തര് 5 വർഷം പിടിച്ച് തൂങ്ങണം, അത്രയല്ലേ ഉള്ളൂ. പിന്നെ എന്തൊക്കെ വന്നാലും നിന്റെ പറങ്ങാണ്ടിയിൽ നിന്നും നീ കൈയെടുക്കരുത്. നീ എന്നെ പഴം ചവിട്ടി പിതുക്കരുത്. നിന്റെ കർമ്മത്തിൽ നീ മുഴുകുക, കേട്ടോ? ഫിസിക്കൽ അപ്പിയറൻസിലല്ല, പ്രവൃത്തിയിലാണ് മിടുക്ക്.